കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. കൊല്ലം ജില്ലയിലെ നിലമേൽ NSS കോളേജിൽ പഠിച്ചുവെങ്കിലും അവിടെ ഒരു 10 വർഷം താമസിച്ചുവെങ്കിലും എനിക്കറിയില്ല കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം. അതെന്റെ പരിമിതിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർലമെന്റ് കണ്ട പ്രേമചന്ദ്രന് പാർലമെന്റ് ഇനിയും വേണം. കൊല്ലത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? പ്രേമചന്ദ്രൻ തന്നെയാണോ? പ്രേമചന്ദ്രനെ ഭരിക്കുമോ കൊല്ലം വീണ്ടും? അതോ മുകേഷ് അട്ടിമറി വിജയം അവിടെ നേടുമോ? ഒന്നാലോചിച്ച് നോക്കൂ, കണ്ണൂരിനേക്കാൾ എത്ര സുഭദ്രമായ സംഘടനാ സംവിധാനവും ശേഷിയും പ്രവർത്തകരും CPM-നുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കൊക്കെ കണ്ടാൽ വളരെ കൗതുകരമാണ്. കഴിഞ്ഞതിന് മുൻപിലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഞാനന്ന് നോക്കിയപ്പോൾ അന്ന് 12 ഇടത്തോ മറ്റാണ് ആകെ UDF ജയിച്ചത്. ബാക്കി എല്ലാം അതായത് 90% അവിടുത്തെ എപ്പോഴത്തെയും LDF-ന്റെ വിജയം. അങ്ങനെയുള്ള ജില്ലയിൽ നിയമസഭയിലേക്ക് കാര്യമായി UDF-ന് MP MLA-മാരെ കിട്ടാതെ പോകുന്ന ജില്ലയിൽ 1-2 പേരെ, ഇപ്പോൾ വിശ്വനാഥും കരുനാഗപ്പള്ളിയിലെയും വിജയം, CR മഹേഷിന്റെയും വിജയം അത് മാത്രമാണ് ഉള്ളതെന്നാണ് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പറയാൻ കഴിയുമ്പോൾ. അതിനു മുമ്പ് UDF-ന്റെ ഭാഗമായിരുന്ന ബാലകൃഷ്ണപിള്ളയും പത്തനാപുരത്ത് KV ഗണേഷ് കുമാറും ഒക്കെ UDF-ന്റെ ഭാഗമായി കൊല്ലത്ത് വിജയിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു മരുന്നിന് പോലും ഒരു കോൺഗ്രസ്സുകാരനെ വിജയിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് നിയമസഭയിൽ. ആ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇങ്ങനെ തുടരെ പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ എന്ന പേര് ഉയർന്ന് കേൾക്കുന്നത്. MA ബേബിയെയും KN ബാലഗോപാലിനെയും ഒക്കെ വീഴ്ത്തിയ NK പ്രേമചന്ദ്രൻ ഇക്കുറി വിജയിക്കുമോ എന്നതാണ് ചോദ്യം. നോക്കൂ ആ ഭൂരിപക്ഷത്തിലേക്ക്, ആ ചിരിയിലേക്ക്. 1,48,856. വല്ലാത്തൊരു കലയുള്ളതല്ല, ഫാൻസി നമ്പറാണെന്ന് തോന്നുന്നു. പണം കൊടുത്ത് വാങ്ങിയ സംഖ്യയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, വണ്ടി നമ്പർ പോലെ. പക്ഷെ 1,48,856 എന്ന മഹാവിജയം കൊല്ലത്ത്. LDF-ന് ഏറ്റവും അടിത്തറയുള്ള, CPM-ന് ഏറ്റവും അടിത്തറ ഏത് ജില്ലയിൽ നിന്ന് ചോദിച്ചാൽ അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കൊല്ലം എന്ന കോട്ടയിൽ NK പ്രേമചന്ദ്രൻ എന്ന RSP-കാരൻ, കോൺഗ്രസുമല്ല RSP-കാരൻ, ഈ വിജയം സമ്പാദിക്കുന്നതിന്റെ പിന്നിലെ നയതന്ത്ര രഹസ്യം എന്താണ്? ജനായത്ത രഹസ്യം എന്താണ്? ജനകീയ ബന്ധം എന്താണ്? ആ ചോദ്യമാണ് ഇക്കുറിയും ഉയരുന്നത്. വീഴ്ത്താൻ കഴിയുമോ കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ മുകേഷിലൂടെ? ഈ നോക്കൂ, കഴിഞ്ഞ തവണത്തെ KN ബാലഗോപാൽ, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹം മത്സരിച്ചപ്പോൾ 3,50,821 വോട്ടേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. BJP-യുടെ വോട്ട് 1,03,339. കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ, BJP സ്ഥാനാർത്ഥി വന്നപ്പോൾ ചോദിക്കുന്നത് ആരാണ് ഈ സ്ഥാനാർത്ഥി? അത് പ്രേമേന്ദ്രന് വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണോ? BJP-യുടെ വോട്ട് പ്രേമേന്ദ്രന് കൊടുക്കാൻ പോവുകയാണോ? ആ ചോദ്യങ്ങളൊക്കെ ഇത്തവണയും ഉണ്ടായി. പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വരെ NK പ്രേമേന്ദ്രൻ വിമർശിക്കപ്പെട്ടു. പല വിമർശനങ്ങളും വളരെ മോശം വിമർശനങ്ങളായിരുന്നു എന്ന് തുറന്നു പറയുന്നതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. പക്ഷേ NK പ്രേമചന്ദ്രൻ രാഷ്ട്രീയമായി വീഴ്ത്താൻ കഴിയുമോ? ജനകീയ പിന്തുണയിൽ അള്ളുവയ്ക്കാൻ കഴിയുമോ LDF-ന് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കുറി മുകേഷാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. സാക്ഷാൽ തലയെടുപ്പുള്ള ശ്രീ മാധവന്റെ മകൻ, കൊല്ലംകാരൻ. കൊല്ലത്ത് ഏറ്റവും ഉറപ്പോടുകൂടി മുകേഷ് കൊല്ലം എന്നെഴുതിയൊരു കത്തിട്ടാലും അവിടെ എത്തും. വേണ്ട, മുകേഷ് എന്നെഴുതി ഒരു കത്ത് പോസ്റ്റ് ചെയ്താലും, പണ്ടത്തെ സംവിധാനത്തിൽ പോസ്റ്റ് ചെയ്താലും അത് കൊല്ലത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന, കൊല്ലത്തെ അത്ര പ്രഗത്ഭനായ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട ശ്രീ മുകേഷ് മത്സരിക്കുമ്പോൾ LDF-ന് എന്ത് അത്ഭുതമാണ് അവിടെ കാട്ടാൻ കഴിയുക? NK പ്രേമചന്ദ്രനെ വീഴ്ത്താൻ കഴിയുമോ? അതോ കൊല്ലത്ത് മുകേഷിന്റെ തേരോട്ടത്തിന്റെ തുടക്കമാണോ ഇത്? അദ്ദേഹം ഇപ്പോൾ സിറ്റിംഗ് MLA ആണെങ്കിൽ കൂടി ലോക്സഭയിലേക്ക് അത്ഭുതം കാണിക്കാൻ മുകേഷിന് കഴിയുമോ? വളരെ സരസമായി സിനിമയിൽ അഭിനയിക്കുന്ന പോലെ വളരെ ഈസി വാക്ക് ഓവറായി അങ്ങ് പാർലമെന്റിലേക്ക് നടന്നു കയറി പോവുക. പുതിയ പാർലമെന്റ് മന്ദിരമാണ്, മനോഹരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുകേഷ് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു ചിത്രം, പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മുകേഷിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. എനിക്കറിയില്ല, എന്തായാലും അത് വളരെ രസകരമായിരിക്കും. പണ്ട് ഈ മണ്ടന്മാർ ലണ്ടനിൽ എന്നൊക്കെ പറഞ്ഞ് പല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുകേഷ് മണ്ടനാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു സിനിമയുടെ പേര്. അവിടെ അന്തം വിട്ട് നിൽക്കുന്നത് പോലെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പോകുന്ന മുകേഷിനെ സ്വപ്നം കാണുന്നുണ്ട് LDF. പക്ഷേ പ്രേമേന്ദ്രനെ വീഴ്ത്തുക അത്ര എളുപ്പവുമല്ല. അപ്പോൾ എന്താകും അവിടെ നടക്കുക? ഒരു തിട്ടവും ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം അവിടെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, പ്രേമേന്ദ്രനെ വീഴ്ത്താൻ പറ്റുമോ? എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് പറയാൻ സാധിക്കില്ല രതീഷ്. നേരത്തെ രതീഷ് ചോദിച്ചില്ലേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത്. നാവായിക്കുളത്ത്, തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് നിന്ന് കൊല്ലത്തിന്റെ MP ആയി മാറിയ ഒരു വ്യക്തിയാണ് ഈ പ്രേമേന്ദ്രൻ. അതിനുശേഷം നാവായിക്കുളം എന്ന് പറയുമ്പോൾ മടവൂരിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്, നമ്മുടെ പാരിപ്പള്ളിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ്.
കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിരാണ്. അതായത് നമ്മുടെ ദേശീയപാതയിലൂടെ പെട്ടെന്ന് ദൂരെയുള്ള ആളുകൾക്ക് മനസ്സിലായി നമ്മൾ ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആറ്റിങ്ങൽ, അത് കഴിഞ്ഞ് കല്ലമ്പലം, അത് കഴിഞ്ഞ് നമ്മൾ ഈ അതിര് കടക്കാൻ പോവുകയാണ്. അതിര് കടക്കാൻ പോകുമ്പോൾ വലതുഭാഗത്തുള്ള സ്ഥലമാണ്. അത് കൊല്ലമാണോ തിരുവനന്തപുരമാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി തിരുവനന്തപുരമായിരിക്കാം. തുടരാം. തീർച്ചയായും എന്തായാലും പ്രേമേന്ദ്രനെ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ LDF പങ്കുവെക്കുന്നുണ്ട്. കാര്യം പാർട്ടി വോട്ടുകൾ കൃത്യമായി വീഴ്ത്തുക, ഒപ്പം തന്നെ 50,000-ഓളം പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ആ വോട്ടുകൾ കൃത്യമായി വീഴുക, സ്ത്രീ വോട്ടർമാർ ഒരു സിനിമാതരൻ എന്നുള്ള നിലയിൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ കിട്ടുക, അങ്ങനെ 30,000-ഓളം വോട്ടുകൾക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പാർട്ടി പങ്കുവെക്കുന്നത്. പാർട്ടിക്കുള്ളിലെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 7,000-നും 10,000-നും അടുത്ത് വോട്ടിന് ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു കണക്കൊക്കെ തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലെ യുവാക്കളാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം യുവാക്കളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ തന്നെ പ്രവർത്തകരുണ്ട്. മുൻ DCC യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റാണ്, ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റാണ് അരുൺരാജ്. ഈ കുറേ കാലമായി പ്രേമേന്ദ്രൻ്റെ കൂടെ MP ആയിട്ട് തുടരുന്നു. ഇത്തവണ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്താ വ്യവസ്ഥ? ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പം നമ്മളൊരു ചെറിയ കുട്ടി മുതൽ വളരെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർ വരെ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത കാണുന്നവരുമാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളിനെ, ആധികാരികമായി വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന ഒരാളിനെ ഐക്യരാഷ്ട്രസഭയിൽ എത്ര വടിവത്താണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. പ്രേമേന്ദ്രൻ സംസാര ശൈലി ശ്രദ്ധിച്ചില്ലേ ചർച്ചകളിലൊക്കെ? തീർച്ചയായും അത് നോക്കൂ, അദ്ദേഹം അതുപോലെ പറയുന്നു. അത്രത്തോളം സ്വാധീനമുണ്ടോ ഈ നേതാവിന് ഇവർക്കിടയിൽ? തീർച്ചയായും ഇത് ഈ കോൺഗ്രസ്സുകാരനാണേലും RSPയുടെ ഈ നേതാവിന്റെ ഒരു അതേ ഒരു സംസാര ശൈലിയും ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ RSP കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ UDFിന്റെ ഭാഗമായിട്ട് ഞങ്ങളും അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പോൾ പ്രണവുണ്ട്, യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രണവ് കൃഷ്ണകുമാർ ഇവിടേക്ക് വന്ന സമയത്ത് പറഞ്ഞത് പ്രധാനപ്പെട്ട ആരോപണം പ്രേമേന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാണ് കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത്. ആണോ? ഒരിക്കലുമല്ല. അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണ്, അതോടൊപ്പം തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയതാണ്. നേരത്തെ പറഞ്ഞ കണക്ക് NK പ്രേമചന്ദ്രൻ വലിയ പ്രാസംഗികനായിരിക്കും, പക്ഷേ ഇവിടെ ഒരു പദ്ധതികളും പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ വർഷം 1,03,000 പര വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. ഇത്തവണ എത്ര വോട്ട് നിങ്ങൾ ജയിക്കും? ഇദ്ദേഹം ഇപ്പം നേരത്തെ നമ്മുടെ ചേട്ടൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പാർട്ടിയുടെ കണക്ക് DCCയുടെ അവരുടെ പാർട്ടിയുടെ കണക്കനുസരിച്ച് 3,000-നും 7,000-നും വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്, ഭൂരിപക്ഷം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 1,45,000 ഭൂരിപക്ഷം കിട്ടിയത് ബാക്കി അത്രയും വോട്ട് അവിടെ പോകും. അത് കൃത്യമായിട്ട് BJPയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ മുകേഷിന് വൻ ഭൂരിപക്ഷത്തിൽ തോറ്റുപോവുകയും ചെയ്യും. കഴിഞ്ഞ 2 തവണയായിട്ടേ കെട്ടിയിറക്ക സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾക്കൊക്കെ മത്സരിക്കാനുള്ള ഒരു അവസരമാണ് പോകുന്നത്. ഞങ്ങൾക്ക് മത്സരിക്കുമെന്നല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് എല്ലാ 543 സ്ഥലങ്ങളിലും മത്സരിക്കുന്ന നരേന്ദ്രമോദിയാണ്, ചിഹ്നം താമരയാണ്. അപ്പോൾ താമരയ്ക്കും നരേന്ദ്രമോദിക്കും വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, സദ്ഭരണത്തിന് വേണ്ടി. വലിയ പ്രതീക്ഷ തന്നെയാണല്ലേ? 100%. ഈ കഴിഞ്ഞ വട്ടത്തെ ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത് പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മുൻതൂക്കം കാണിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു തരംഗം വന്നു കഴിഞ്ഞാൽ നിസ്സംശയം ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ ജയിച്ചു പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കോൺഗ്രസ്, BJP അതുപോലെ തന്നെ CPM എല്ലാവരും വിജയം തീർച്ചയായിട്ടും ഞാൻ DFയുടെ ഒരു നേതാവിനെ കൂടി വിളിച്ചിരുന്നു. കിട്ടിയില്ല, അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അദ്ദേഹം വന്നിട്ടില്ല, വന്നോണ്ടിരിക്കുക. നമുക്ക് കാണിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞേക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ പേരൊന്ന് പറ. അദ്ദേഹത്തിന്റെ പേര് ഷബീർ എന്നാണ്. ഷബീറിന്റെ ആഗ്രഹങ്ങളും വിജയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ട്. കണ്ണൻ, കൃഷ്ണകുമാറിന്റെ കാര്യം കൂടി പറയണം. കൃഷ്ണകുമാർ സിനിമാ നടനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് BJPക്ക് വേണ്ടി മത്സരിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകൾക്കിരയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെൺമക്കളെ കുറിച്ച് കൂടി പറയണം കേട്ടോ. എത്ര സ്റ്റൈലായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര ഉണ്ട്, ഐസ്ലാൻഡിലാണ് എന്ന് തോന്നുന്നു. ഒരു വല്ലാത്ത ഈ നമ്മുടെ പോളിൽ നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ വല്ലാത്തൊരു അത്ഭുത പ്രതിഭാസമുണ്ട്. അത് കണ്ണറിയാമായിരിക്കും, പ്രേക്ഷകർക്കും അറിയാമായിരിക്കും. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ധ്രുവപ്രദേശത്ത് അത്ഭുതകരമായൊരു പ്രതിഭാസമുണ്ട്. ഈ അവിടുത്തെ കാലാവസ്ഥയിലെ വ്യത്യാസം കൊണ്ട് ആകാശത്തും കടലിലും ഒക്കെ ഇങ്ങനെ കളറൊക്കെ മാറി നമ്മൾ ഈ ഉത്സവത്തിന് ലൈറ്റൊക്കെ ഇടൂലേ, അതുപോലെ വല്ലാത്ത രസകരമായൊരു പ്രതിഭാസം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി കാണുമെന്ന്. അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ കാർ ഓടിച്ച് പോയി അത് കാണുന്നതിൻ്റെ ഒരു വീഡിയോ, 1.5 മണിക്കൂറുള്ള വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇത്ര സ്റ്റൈലായിട്ടാണ് അദ്ദേഹം കുട്ടികളെയൊക്കെ വളർത്തിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ അസൂയ തോന്നാറുണ്ട്. എനിക്കും 2 പെൺമക്കളാണ്. അതുപോലെയൊന്നും അത്രയും ഒന്നും വളർത്താൻ പറ്റുന്നില്ലേ എന്നൊരു തോന്നലും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ കൃഷ്ണകുമാറിന്റെ കാര്യം കൂടി പറയൂ. അദ്ദേഹത്തിന്റെ കണ്ണിന് പരിക്ക് പറ്റിയതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായിരുന്നു.
രതീഷ്, ബാലാമണിയൊക്കെ ആ സ്ഥലത്തൊക്കെ പോയി അങ്ങനെ ആ പ്രദേശമൊക്കെ കാണട്ടെ. ഇന്ന് സ്കൂളിലേക്ക് പോയ ഫോട്ടോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. ഒപ്പം തന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ കുടുംബം കൃത്യമായി, അല്ലെങ്കിൽ ആ അമ്മയും മക്കളും ഒക്കെ തന്നെയുള്ള അവരുടെ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആയാലും അവരുടെ ചാറ്റുകൾ, ആ ഒരു പ്രവൃത്തിയൊക്കെ തന്നെ വോട്ടായി മാറും. കാര്യം ഒരു കാലത്ത് സീരിയൽ താരം എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം സിനിമയിലേക്ക് മാറിയെങ്കിൽ പോലും സ്ത്രീകൾക്കിടയിൽ ഒരു സ്വാധീനം എന്ന് കരുതുന്ന ഒരു അവസ്ഥയിലാണ് കൃഷ്ണകുമാറിനെ ഇവിടെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. ആ സമയത്ത് ഈ സ്ത്രീ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്ന സമയത്തും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് NK പ്രേമചന്ദ്രനാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. വലിയ രീതിയിൽ ഈ കുടുംബം ഇവിടെ എത്തി പ്രചാരണം നടത്തിയിരുന്നു. അമ്മയും മക്കളും സിനിമാ താരങ്ങളായ മക്കളൊക്കെ തന്നെ വന്ന് ഇവിടെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി കഴിഞ്ഞ തവണ KV സാബു നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇക്കുറി നേടാൻ സാധിക്കും, അല്ലെങ്കിൽ വിജയത്തിലേക്ക് പ്രണവ് പറഞ്ഞ പോലെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ശരി, കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ, ഒരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ട്. കണ്ണൻ വോട്ട് ചെയ്ത് കൊല്ലത്താണോ അതോ അപ്പുറത്താണോ, ആലപ്പുഴയിലാണോ? അല്ലല്ല, ഞാൻ ആലപ്പുഴയാണ്, ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളത്ത് കൃഷ്ണപുരം ഗവൺമെന്റ് UPSലാണ് ഞാൻ വോട്ട് ചെയ്തത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിസരത്ത് എവിടെയോ എത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ KC ജയിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ പോലും അവിടെ ഈ ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ AM ആരിഫും പരമാവധി എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. KCക്കാണ് മുൻതൂക്കം എങ്കിൽ പോലും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ചെറിയ ആൾക്കാരൊന്നുമല്ല. ചെറിയ ആളല്ല, ഒരു സംശയവും വേണ്ട. ആരിഫ് ആരാണ് മോൻ? ആ ചരിത്രം ഒന്നെടുത്ത് നോക്കിയാലും മതി. സാക്ഷാൽ KR ഗൗരിയമ്മയെ തുടരെ നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയ കേരളത്തിന്റെ വിപ്ലവ വനിത KR ഗൗരിയമ്മയെ അടിപറയിച്ചിട്ടുണ്ട് AM ആരിഫ്. അത് മറക്കണ്ട. ആ ചരിത്രം ആവർത്തിക്കുമോ ആലപ്പുഴയിൽ എന്ന് അടക്കമുള്ളത് പലതുണ്ട്, പല ചരിത്രമുണ്ട്.